തരൂരിനെ ഇന്നലെ വരെ എതിർത്തിരുന്ന സംഘപരിവാറുകാരൊക്കെ തരൂരിന്റെ ആരാധകനായി മാറുന്നു. തരൂരാവട്ടെ പ്രതിപക്ഷത്തിന്റെ MP ആണ് എന്ന ഉത്തമ ബോധ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യം നേടിയ അസാധാരണമായ നേട്ടത്തെ ഉറക്ക വിളിച്ച് പറയുകയാണ് ലോകം മുഴുവൻ. അതാണ് കോൺഗ്രസിനെ അത്ഭുതപ്പെടുത്തുന്നതും. തരൂർ കോൺഗ്രസ് വിടുന്നുമില്ല, തരൂരിനെ കോൺഗ്രസ് പുറത്താക്കാൻ കഴിയുന്ന സാഹചര്യവുമില്ല. തരൂരാവട്ടെ BJPയേക്കാൾ ശക്തമായ ദേശസ്നേഹത്തിന്റെ വക്താവായി രംഗത്ത് വരുന്നു. ഇതുവഴി തരൂർ പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യത നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. തരൂരിന്റെ അംഗീകാരവും ആദരവും എല്ലാ മേഖലയിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ രാജ്യസ്നേഹി തരൂരാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. അതേസമയം എവിടെ ചെന്നാലും പറയാനുള്ളത് പറയാൻ തരൂരിനൊട്ട് മടിയുമില്ല. ഏഷ്യാറ്റിക് സൊസൈറ്റിയിലെ പരിപാടിയിൽ പങ്കെടുത്തോട് തരൂരിനോട് ചിലർ ചോദിച്ചു ട്രംപിനെ കുറിച്ചുള്ള അഭിപ്രായം. തരൂർ പറഞ്ഞു വിദേശ മണ്ണിൽ വന്ന് ആ രാജ്യത്തെ ഭരണാധികാരിയെ കുറിച്ചോ മറ്റേതെങ്കിലും രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റോ നടത്തുന്നത് ഉചിതമല്ല. ഞാൻ അങ്ങനെ ചെയ്യില്ല, പ്രത്യേകിച്ച് ഞാൻ പ്രതിപക്ഷത്തിന്റെ വക്താവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് അമേരിക്കയുടെ മണ്ണിൽ അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ഉചിതമല്ല. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ടാക്സ് കൊടുക്കുന്നില്ല, ഞാനിവിടെ ഒരു ഇമിഗ്രന്റ് ആവാൻ ശ്രമിക്കുന്നുമില്ല. അതുകൊണ്ട് അത്തരമൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷേ വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒബാമയും ക്ലിന്റണും അടക്കമുള്ളവരോട് ചേർന്ന് പ്രവർത്തിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ട് അത്തരമൊരു ക്ലാസ്സിൽപ്പെട്ട ഒരു മനുഷ്യനല്ല ഈ ജെന്റിൽമാൻ എന്ന് പറഞ്ഞ് ട്രംപിനെ തള്ളിപ്പറയുകയാണ്.